എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? കാരശ്ശേരി മാഷ് പറഞ്ഞത് ഒരു ചില കാര്യങ്ങളോടുള്ള ഒരു മറുപടി പറയായിരിക്കുമല്ലോ. കാരശ്ശേരി മാഷ് വളരെ ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരാളാണ്. അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ലളിതമായിട്ടാണ്, എത്രമാത്രം അരാഷ്ട്രീയമായിട്ടാണ്, എത്രമാത്രം എന്താണ് അതിന് പറയാന്ന് പറയാൻ കഴിയില്ല. എത്ര ഉദാസീനമായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളെ സമീപിക്കുന്നത്. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങി. CPM അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയിൽ നിന്ന് ഒരു പാഠവും പഠിച്ചില്ലെന്നാണ് കാരശ്ശേരി മാഷ് പറഞ്ഞത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അതിനകത്ത് കാരശ്ശേരി മാഷ് കണ്ടെടുക്കുന്ന ഒരു വീക്ഷണം എന്താണ്? അതിൽ നിന്ന് കണ്ടെടുക്കുന്ന വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ നിന്ന് ഒരു പാഠവും പഠിച്ചില്ല. നമ്മൾ ഈ ചരിത്രം വീണ്ടും പറയുന്നതിൽ ഒരു ചളിപ്പുണ്ടെങ്കിൽ പോലും നമുക്കൊരു ബോറടി വരും. പക്ഷേ ഒരു കാര്യമുണ്ട്, വിമോചന സമരത്തിലൊക്കെ വലിയ വലതുപക്ഷ ശക്തികളുടെ വലിയ ഏകീകരണം നടക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ ഒരു ഭയങ്കര വലിയ തരത്തിലുള്ള തിരിച്ചടികൾ നേരിടുകയും രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കും തിരിച്ചുവിടപ്പെടേണ്ടതായിട്ടുള്ളൊരവസ്ഥ വരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? കേരളത്തിലെ ഏറ്റവും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പല ബില്ലുകൾ പാസ്സാക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ഇന്നും ഉണ്ടാകുന്ന കേരളത്തിലെ രൂപീകരിക്കുന്ന വലിയ ചെയ്താണ്. അങ്ങനെ അത്തരത്തിലുള്ള തിരിച്ചടികളിലൂടെയും തിരുത്തലുകളിലൂടെയുമാണ് ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ജനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് ചരിത്രമാണ്. തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴത്തേനും മൊത്തം ഇടതുപക്ഷം തകർന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നതിനിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആഗ്രഹിക്കുന്നവരുണ്ട്. അത് വിമോചന സമരകാലം മുതലുള്ള 1957 മുതൽ ഇതുണ്ട്. ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നു. അന്ന് എന്തിനാണ് CPM പ്രവർത്തകർ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ച് കഴിഞ്ഞാൽ ചങ്ങല കിടേണ്ടി വരും. മനസ്സിലാവില്ല. ജയിലിലാണോ? വീണ കൈക്കണ്ടി ജയിലിലാണോ? പിണറായി വിജയൻ ജയിലിലാണോ? ജോൺ ബ്രിട്ടാസ് ജയിലിലാണോ? വി ശിവൻകുട്ടി ജയിലിലാണോ? അല്ലല്ലോ. അത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജാമ്യം കിട്ടാതെ ജയിലിലാണ്. എന്തിന്? ആർക്ക് വേണ്ടി? ജയിലെന്ന് പറയുന്ന ഒരു പ്രത്യേക അങ്ങനെയൊന്നുമല്ല. പിണറായി വിജയൻ സഖാവൊക്കെ നിരന്തരം ജയിൽവാസം അന്വേഷിച്ച് പോലീസ് മർദ്ദനങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരാളാണ്. സ്വാതന്ത്ര്യ സമരം നേടിക്കൊടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും മുൻ മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വീട്ടിലേക്കാണ് ED അടക്കമുള്ള ആളുകൾ. നമ്മൾ ആ തർക്കത്തിലേക്ക് പോകണ്ട. മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പൊ രക്തസാക്ഷികൾ എന്നുള്ള വാക്ക്, ബലിദാനികൾ, അത് അവിടെ RSSകാരോട് പോയി പറഞ്ഞാൽ മതി. മാഷ് RSS ജന്മഭൂമിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ലേഖനമൊക്കെ വന്നായിട്ട് ഞാൻ കണ്ടായിരുന്നു. മാഷ് പറഞ്ഞ രക്തസാക്ഷികൾക്ക് പകരം ബലിദാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മുടെ വാക്കല്ലത്. ഓരോ വാക്കിനെ സംബന്ധിച്ചുള്ള അർത്ഥങ്ങളെ സംബന്ധിച്ചും വാക്കിന്റെ പിന്നിലുള്ള ചരിത്ര സ്ഥലികളെ സംബന്ധിച്ചും അതിന് പിന്നിൽ ഇരമ്പുന്ന ചരിത്രത്തെ സംബന്ധിച്ചും കാരശ്ശേരി മാഷ് ഞാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായി. രാജേഷിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അദ്ദേഹം പറയുന്നത് രക്തസാക്ഷി എന്നുള്ള വാക്ക് CPM-നും ബലിദാനി എന്നുള്ള വാക്ക് RSSകാർക്കും പതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വിചാരിക്കാത്ത ഒരു മലയാളിയാണ്. പുതിയ പാരയായിരിക്കും. ബലി എന്നുള്ള വാക്ക് ഒരു പൊതുവായ വാക്കാണ്. പിന്നെ ഈ വാക്കുകളൊന്നും ഇപ്പോ കോൺഗ്രസ്സുകാർ രക്തസാക്ഷി എന്താ പറയാ? എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റും. അപ്പോ രക്തസാക്ഷി എന്ന് ഒരു കൂട്ടർ പറയും, വേറൊരു കൂട്ടർ ബലിദാനി എന്ന് പറയും. അത് മാറി പറഞ്ഞാൽ ഒരു തരക്കെടുമില്ല. ഇപ്പൊ ബലികുടീരങ്ങളെ എന്നുള്ള വയലാറിന്റെ പ്രസിദ്ധമായ പാട്ട് പാടുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. CPI-ക്കാരും CPM-കാരുമാണ് പ്രധാനമായിട്ട് ആ പാട്ട് പാടുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ജന്മഭൂമി പത്രത്തില് ഞാൻ എഴുതാത്തൊരു ലേഖനം എന്റെ പേരിൽ വന്നിരുന്നു. 2 ദിവസം കഴിഞ്ഞ് പത്രാധിപര് ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാണ്, ഈ കാര്യത്തിൽ ഞങ്ങൾ വായനക്കാരോടും കാരശ്ശേരിയോടും മാപ്പ് ചോദിക്കുന്നു, അദ്ദേഹം എഴുതിയതല്ല ലേഖനം എന്ന് കുറിപ്പ് ഇട്ട്. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ ശരിയാണ്. അദ്ദേഹം രാജേഷ് കാണാതെ പോയതാണെങ്കിൽ ദയവായിട്ട് രാജേഷ് പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങള് അതിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. മാത്രല്ല ആലോചിച്ചു, രാജേഷ് വിമാനത്തിനകത്ത് മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു കൊലക്കേസ് ഉണ്ടായി. വിമാനത്തിനകത്ത് ഒരു വ്യക്തിക്ക് നഖം വെട്ടിയായിട്ടോ ഒരു കുപ്പി വെള്ളം ഇട്ട് കയറാൻ പറ്റില്ല.
അത്ര സുരക്ഷയുള്ള ഒരു സാധനമാണ് വിമാനം എന്ന് പറയുന്നത്. അവിടെ കരിങ്കൊടി കാണിച്ച 2 യൂത്ത് കോൺഗ്രസ്സുകാരെയാണ് കൊലക്കേസ് പ്രതികളായിട്ട് എത്രയോ ആഴ്ചകൾ റിമാൻഡിൽ തടവിലിട്ടത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് 30 പോലീസുകാരുടെ നടുവിൽ നിൽക്കുന്ന ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു, കൈ പിടിച്ചൊടിച്ചു എന്നൊക്കെ പറയുന്നത് ആരാ? കേരളത്തോട് പറഞ്ഞത്, അക്രമം ഉണ്ടായി എന്ന് പറഞ്ഞത് നിയമസഭാ സ്പീക്കറാണ്. പിന്നെ അതിൽ ഇടപെടുന്നത് മുഖ്യമന്ത്രിയാണ്. അത് കഴിഞ്ഞ് ഞാനീ പറഞ്ഞ കഴുത്ത് പിടിച്ച് ഞെരിച്ചു എന്നൊക്കെ പറഞ്ഞത് CPM-ന്റെ സമുന്നതനായ നേതാവ് സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ മാഷാണ്. ഈ തരത്തിൽ കള്ള കേസുകളാണല്ലോ ഇതൊക്കെ. അപ്പൊ ഇങ്ങനെ കള്ളം പറയാ എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് വന്നിരിക്കുകയാണ്. 10 കൊല്ലം കേരളം ഭരിക്കുമ്പോ ആ ഭരണപക്ഷത്തിന് കള്ളം പറഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ പോലീസ് കുടുങ്ങി. എന്റെ അവസ്ഥ പിന്നെ എന്താവൂടോ? വില പോകുന്നു. ഞാൻ വേറെ ഉദാഹരണം പറയാം. പോലീസിന്റെ പണിയെടുക്കണം, മറ്റേ പണി എടുക്കരുത് എന്നാണല്ലോ പറഞ്ഞത്. അതായത് ഒരു പാർട്ടിയുടെ ചട്ടുകമായി പ്രവർത്തിക്കരുത്. നവകേരള യാത്ര പോയപ്പോ എന്താണ് നടന്നത് നമ്മൾ TV-യിൽ കണ്ടതാണ്. അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. അവിടെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാരെയും പോലീസുകാരും ഗവൺമെന്റ്മാരും DYFIക്കാരും തല്ലിച്ചതിക്കാണ്. അതിന്റെ കേസാണ് ഇപ്പോ രക്ഷാപ്രവർത്തനം ഒരു മലയാള വാക്കുണ്ടായി. സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും കണ്ടുകൊണ്ടിരിക്കെ പല സ്ഥലത്തും കരിങ്കൊടി കാണിച്ച, കറുത്ത കുപ്പായമിട്ട, കറുത്ത മുഖപടമിട്ട ആളുകളെ വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. പോലീസും കൂടി ഉണ്ട് ആക്രമണത്തിൽ. ഇതൊക്കെ കണ്ടും കേട്ടും മറക്കാൻ കഴിയാത്ത ഒരു ജനത കേരളത്തിലുണ്ട്. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. CPM ഒന്നും പഠിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് ഇപ്പോഴും പറയാണ്. 13 മന്ത്രിമാര് തോറ്റ ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുമ്പോ എന്താ പഠിച്ചത്? പഠിച്ചെങ്കിൽ ആദ്യം, എന്റെ കണക്കാണ് ഞാൻ പറയുന്നത്, MV ഗോവിന്ദൻ മാഷ് ആദ്യം രാജിവെക്കണം. അതിന് തന്നാരും വിളിച്ചില്ല. രണ്ടാമത് അന്ന് 10 കൊല്ലം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം. ഇതൊക്കെയാണ് രാഷ്ട്രീയ മര്യാദയായിട്ട് ഞങ്ങളൊക്കെ പഠിച്ചതും കണ്ടതും മനസ്സിലാക്കുന്നത്. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് തെറ്റുപറ്റി. ആർക്കാണ് തെറ്റുപറ്റിയത്? തെറ്റുപറ്റിയ ആളില്ല. പിന്നെ എന്താ, എങ്ങനെ തിരുത്തുക? തെറ്റ് അംഗീകരിച്ച് ഇന്നതാണ് തെറ്റുപറ്റിയത്, ഞങ്ങൾ തിരുത്താം, ഇന്നമാതിരി തിരുത്താം എന്ന് പറയുമ്പോഴാണ് ചിന്തിക്കൂലെന്ന്. അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.